എല്ലാവർക്കും നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യ പ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ ഖണ്ഡമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബ്രാഹ്മണ പുരോഹിതൻ യജ്ഞത്തിൽ ശരിയായ രീതിയിൽ നിശബ്ദനാണ്. ആദ്യത്തെ ശ്ലോകം: ഏഷ വൈ യതോ യോയം പവത ഏഷ യന്നിദം സർവം പുനാതി യദേശ യന്നിദം സർവം പുനാതി തസ്മാദേശ ഏവ യജ്ഞസ്തസ്യ മനശ്ച വാക്ച വർത്തനി. ശരിക്കും ഇവിടെ ശുദ്ധീകരിക്കുന്നവൻ ഒരു യജ്ഞമാണ്. അവൻ സഞ്ചരിക്കുമ്പോൾ ലോകം മുഴുവൻ ശുദ്ധീകരിക്കുന്നു. അവൻ സഞ്ചരിക്കുമ്പോൾ ലോകത്തെ ശുദ്ധീകരിക്കുന്നത് കൊണ്ട് അവൻ ഒരു യജ്ഞമാണ്. അവന്റെ 2 പാതകൾ മനസ്സും വാക്കുമാണ്. 2-ാമത്തെ ശ്ലോകം: തയോരന്യതരാം മനസാ സരം കരോതി ബ്രഹ്മാ വാച ഹോതാധര്യുഗ്ധാൻ താന്യ തരാംസ യത്രോപാകൃതേ പ്രാതരനുവാഗേ പുരാ പരിധാനിയായ ബ്രഹ്മ വ്യവദതി. ഇവയിൽ ബ്രാഹ്മണ പുരോഹിതൻ, അതായത് അതിൽ ബ്രഹ്മ എന്നുള്ള സൂചനയിലാണ് പറയുന്നത്, മനസ്സുമായി ഒന്നാകുന്നു. ഹോതൃ അധവര്യു ഉദ്ഗാത്ര പുരോഹിതൻ മറ്റേയാൾ വാക്കുമായി ഒന്നാകുന്നു. 3-ാമത്തെ ശ്ലോകം: അന്യതരാമേവ വർത്തനീം സംസ്കരോതി ഈയതേന്യതരാ സ യഥൈകപാദ് വ്രജൻ രഥോ വൈകേന ചക്രേണ വർത്തമാനോ ഋഷ്യത്യേവകംസ്യ യജ്ഞോ ഋഷ്യതി യജ്ഞം ഋഷ്യന്തം യജമാനോനുരുഷ്യതി സ ദൃഷ്ട്വാ പാപീയാൻ ഭവതി. രാവിലത്തെ ഉച്ചാരണം തുടങ്ങി ഇതിനു ശേഷം
ബ്രാഹ്മണ പുരോഹിതൻ അവസാന ശ്ലോകത്തിന് മുമ്പ് തടസ്സപ്പെടുത്തുമ്പോൾ ഒരു പാത മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, മറ്റേത് നിൽക്കുന്നു. ഒറ്റക്കാലുള്ള ഒരാൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റ ചക്രമുള്ള രഥത്തിൽ മുൻപോട്ട് പോകുമ്പോൾ അവന് ക്ഷതമുണ്ടാകുന്നു. ഈ ത്യാഗം ഈ ക്ഷതം ഉണ്ടാക്കുന്നു. ഈ യജ്ഞം ചെയ്യുന്നവൻ ആ യജ്ഞം കഴിയുമ്പോൾ ക്ഷതം അനുഭവിക്കുന്നു. അവൻ യജ്ഞത്തിന് ശേഷം കൂടുതൽ മോശമാകുന്നു. നാലാമത്തെ, അഥ ചക്രാഭ്യാം യത്രോപാകൃതേ കാതരനുവാഗേത പുരാ പരിധാനിയായ ബ്രഹ്മാ വ്യവദദ്യുധേ ഏവ വർത്തനി സംസ്കുർവന്തി ന ഹീയതേന്യതര. പക്ഷേ രാവിലത്തെ ഉച്ചാരണം തുടങ്ങിയതിനു ശേഷം ബ്രാഹ്മണ പുരോഹിതൻ അവസാനത്തെ ശ്ലോകത്തിന് മുമ്പ് തടസ്സപ്പെടുത്തുന്നില്ലെങ്കിൽ രണ്ട് പാതകളും ഉണ്ടാകുന്നു, ഒന്ന് നിൽക്കുന്നില്ല, അതായത് ബ്ലോക്ക് ആവുന്നില്ല എന്നർത്ഥം. അഞ്ചാമത്തെ, സ യഥോമയാത് പാദ് വ്രജൻ രഥോ ഓമാഭ്യാം ചക്രാഭ്യാം വർത്തമാന പ്രതിഷ്ഠത്യേവ മസ്യ യജ്ഞ പ്രതിഷ്ഠതി യജ്ഞം പ്രതിഷ്ഠന്തം യജമാനോനു പ്രതിഷ്ഠതി സ ഇഷ്ട്വാ ശ്രേയാൻ ഭവിതി. രണ്ടു കാലമുള്ള ഒരാൾ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു രഥം രണ്ട് ചക്രത്തിൽ പോകുമ്പോൾ നല്ല രീതിയിൽ പിന്താങ്ങപ്പെടുന്നു. യജ്ഞം നല്ല രീതിയിൽ ചെയ്യപ്പെടുമ്പോൾ അവൻ യജ്ഞത്തിന് ശേഷം മെച്ചപ്പെടുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്, ഖണ്ഡമാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പലപ്പോഴും യജ്ഞങ്ങളെ കുറിച്ച് കേൾക്കാറുണ്ട്. യജ്ഞശാലകള്, നന്മയ്ക്ക് വേണ്ടിയുള്ള യജ്ഞങ്ങള്, പുത്രകാമേഷ്ടി യജ്ഞം, സോമയാഗം, പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. അവസാനം യജ്ഞശാല കത്തിച്ച് കളയുന്നു. ബാഹ്യമായിട്ടുള്ള യജ്ഞങ്ങൾ, അതിനുവേണ്ടി ഒരുപാട് പൈസ ചെലവാക്കുന്നു. അപ്പൊ ഇവിടെ ഛാന്തോക്യോപനിഷത്ത് വ്യക്തമായിട്ട് പറഞ്ഞു രണ്ട് പാതകളുണ്ട്, മനസ്സും വാക്കും. അപ്പൊ ആ രണ്ട് പാതകളും ഒരേപോലെ പരിശുദ്ധമാക്കുകയാണെങ്കിൽ അവൻ യജ്ഞമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ യജ്ഞം തന്നെയാണ്. പോകുന്നിടത്തൊക്കെ അവൻ ആ ഡിവിനിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ശുദ്ധീകരിക്കുന്നു. പോകുന്ന സ്ഥലങ്ങളൊക്കെ പിൽഗ്രിമേജ് സെന്റേഴ്സ്, തീർത്ഥങ്ങളായി മാറുന്നു. മാസ്റ്റേഴ്സ് പോകുന്ന സ്ഥലത്തൊക്കെ തീർത്ഥങ്ങളാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് സ്മൃതി മണ്ഡപങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ വന്നിരുന്നു, അദ്ദേഹം ഇവിടെ വന്നിരുന്നു, അവിടെ സ്മൃതി മണ്ഡപമായി. സ്വാമി വിവേകാനന്ദ സഞ്ചരിച്ച വഴികൾ, നമ്മുടെ മാസ്റ്റേഴ്സ് സഞ്ചരിച്ച വഴികൾ. ബാബുജി മഹാരാജ് ഒരിക്കലും ഓങ്കോൾ എന്നുള്ള സ്ഥലത്ത് ഒരു റെയിൽവേ ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ആശ്രമം. സ്വാമി വിവേകാനന്ദൻ അൽമോറയിൽ നിന്നും താഴേക്ക് വയ്യാതെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് തങ്ങി കുറച്ച് റെസ്റ്റ് എടുത്തു. അവിടെ ഇപ്പോ സത്ഖോൽ രാമചന്ദ്ര മിഷന്റെ ആശ്രമമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ആശ്രമങ്ങളാണ്. അപ്പൊ ഇങ്ങനെയാണ് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടാവുന്നത്. കാരണം അവർ യജ്ഞങ്ങളാണ്. മഹാത്മാഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിന് ഡിസ്കഷൻ വന്ന് പടിപ്പുരയിൽ നിന്നകത്ത് ഡിസ്കഷൻ ചെയ്തു. അത് സ്മൃതി മണ്ഡപമായി. നേരെ മറിച്ചിട്ട് അദ്ദേഹത്തിനെ കയറ്റാത്ത തറവാട്, അത് വേറെ ഒരു മോശപ്പെട്ട കാര്യത്തിന് വേണ്ടി, വേറെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ യജ്ഞമായി മാറണം മനസ്സും വാക്കും. അപ്പൊ നമ്മള് ഈ ചെയ്യുന്ന അർപ്പണങ്ങൾ എൻ്റെ മനസ്സിനെ പരിശുദ്ധീകരിക്കുന്നുണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാവുക? പുറമേ ഉള്ള വാക്കുകൾ. അതുകൊണ്ട് യജ്ഞം അവസാനിക്കുമ്പോൾ, ശ്ലോകം അവസാനിക്കുമ്പോൾ അവനത് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ അവിടെ തടസ്സപ്പെടുന്നു. യജ്ഞം ഒരു ചക്രമുള്ള ഒരു രഥം പോലെ മാറുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ സാധനയെ കുറിച്ച് തന്നെ ചിന്തി. സാധന ഒരു യജ്ഞമാണ്. റെഗുലറായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് ശുദ്ധീകരണം ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, സത്സംഗം അറ്റൻഡ് ചെയ്യുന്നു. അതിനുശേഷം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വാക്കിലും പ്രവർത്തികളിലും ആ പരിശുദ്ധി കൊണ്ടുവന്നില്ലെങ്കിൽ ആ യജ്ഞം ഇൻകംപ്ലീറ്റ് ആവും. ഒരു ചക്രത്തിൽ സഞ്ചരിക്കുന്നു, അങ്ങനെ നശിക്കുന്നു. ആ യജ്ഞം അവനെ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്, മോശമാക്കുന്നു. ബാബുജി മഹാരാജ് പറയുന്നുണ്ട്, ഇഫ് യു ട്രാൻസ്മിറ്റ് ടു എ തീഫ് യു ബിക്കം എ ബെറ്റർ തീഫ് ആണ്. അപ്പൊ ശുദ്ധീകരിച്ച് നമുക്ക് കിട്ടുന്ന ഈ ഉയർന്ന തരത്തിലുള്ള ഈ ജ്ഞാനം ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് അത് യജ്ഞമായിട്ട് മാറുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തുമ്പോൾ ഇതാണ് കാണിച്ചത്. ഇന്ദ്രനെ പൂജിച്ചിട്ട് കാര്യം. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ പേഴ്സണാലിറ്റി തന്നെ. ഇന്ദ്രനെ പൂജിക്കുമ്പോൾ ഉള്ളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം, ഉള്ളിൽ സംതൃപ്തി വരാം.
പക്ഷെ പുറമേ നമ്മൾക്ക് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ഉള്ളിലുള്ള ആ വളർച്ച കാണിക്കണം. പ്രകൃതിയോട്, മൃഗങ്ങളോട്, മനുഷ്യരോട് എല്ലാം നമ്മൾ സ്നേഹം പ്രവർത്തിക്കുക. ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ ഈ മാനിഫെസ്റ്റ് ആയിട്ടുള്ള ലോകമാണ്. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ ഉയർത്തേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള യജ്ഞം കൊണ്ട് ഗോവർദ്ധനത്തെ ഉയർത്തണം എന്നാണ് ഭഗവാൻ ആ ഒരു മെറ്റാഫറിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. അപ്പൊ യഥാർത്ഥത്തിലുള്ള യജ്ഞം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ജീവിതം തന്നെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് നമ്മളും യജ്ഞങ്ങളായിട്ട് മാറണം എന്നാണ് ചാന്തോക്യോപനിഷത്ത് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.